പലരും മാസ്റ്റേഴ്സ് ചെയ്യാനായിരിക്കും ജർമ്മനി വരുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാസ്റ്റേഴ്സിന്റെ അവസാനം ഒരു തീസസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ തീസസിന് നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന എന്താണ്? ഒരു വലിയൊരു ടോപ്പിക് ആയിരിക്കും മിക്കവാറും കിട്ടുന്നത്. ഒരു പുതിയ ടോപ്പിക്കാണ്, നിങ്ങളാണ് ഇത് റിസർച്ച് ചെയ്ത് ചെയ്യാൻ പോകുന്നത്. മിക്കവാറും ആദ്യം തന്നെ ഒരു തീസസ് പ്രൊപ്പോസൽ ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ ചിലപ്പോൾ സൂപ്പർവൈസർ പറഞ്ഞിരിക്കും. തീസസ് പ്രൊപ്പോസൽ എന്ന് പറഞ്ഞാൽ ഇതിനെ പറ്റിയ ഒരു ഇൻട്രൊഡക്ഷനും, അല്ലെങ്കിൽ ഇത് എങ്ങനെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ റിസർച്ചിലൂടെ നിങ്ങൾ ആൻസർ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ആയിരിക്കും. പിന്നെ ഇത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു ടോപ്പിക് കിട്ടിയിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് എങ്ങനെയാ ഒരു ഐഡിയ അല്ലെ ഇതിനെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ നിങ്ങൾക്ക് പറ്റുക? അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, എന്താണോ നിങ്ങളുടെ ടോപ്പിക് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ കുറെ റിസർച്ച് പേപ്പേഴ്സ് വായിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് ഞാൻ തീസിസ് ചെയ്തത് TU സ്റ്റുട്ട്ഗാർട്ടിലാണ്. അപ്പൊ എനിക്ക് കിട്ടിയ ടോപ്പിക് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ബേസ്ഡ് സിസ്റ്റം ഓഫ് ഓട്ടോസ സോഫ്റ്റ്വെയർ ആയിരുന്നു. അതെന്താണ്? ഇപ്പൊ ഒരു റിസർച്ച് പേപ്പർ എടുക്കുക, ഒരു മെയിൻ ആയിട്ടുള്ള റിസർച്ച് പേപ്പർ. ഈ ഒരു പേപ്പർ ആദ്യം വായിക്കുക. അതിന്റെ അടിയിൽ തന്നെ വേറെ കുറെ റെഫറൻസസ് ഉണ്ടാവുമല്ലോ വേറെ പേപ്പേഴ്സിലോട്ട്. ആ പേപ്പേഴ്സിൽ റെലവെന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അങ്ങനെ നിങ്ങൾക്ക് അടുത്ത പേപ്പേഴ്സിലോട്ട് പോവാം. ഇങ്ങനെ ഒരു മിനിമം 15 തൊട്ട് 20 പേപ്പേഴ്സ് വരെ നിങ്ങൾ തീസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ തീസിസിന്റെ ആദ്യത്തെ ഫേസിൽ തന്നെ നിങ്ങൾ വായിക്കേണ്ടതാണ്. ഈ ഒരു 15 പേപ്പർ വായിച്ചു കഴിയുമ്പോൾ ഓക്കെ ഇങ്ങനത്തെ ചെയ്താലോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഇത് ബെറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒന്ന് തിങ്ക് ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നിങ്ങൾക്ക് ഈ പേപ്പർ റീഡിങ്ങിലൂടെ കിട്ടും.